ഹായ് നമസ്കാരം, എല്ലാവർക്കും ലാപ്ടോപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയകളാണെങ്കിലും ചാനലുകളാണെങ്കിലും നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ലീഗ് നേതാവ് PMA സലാം സാഹിബിന്റെ ഒരു വിവാദ പ്രസ്താവനയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സ്ത്രീയും പുരുഷനും തുല്യമല്ല, ലോകം തുല്യമായി അംഗീകരിച്ചിട്ടില്ല എന്നുള്ള ഒരു പ്രസ്താവന. അതിന്റെ കുറെ ചാനലുകൾ വിവാദ പ്രസ്താവന എന്നാണ് പറയുന്നത്. എന്താണ് ഇപ്പൊ ഇതിൽ വിവാദം എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പറഞ്ഞ കാര്യം 100% ശരിയല്ല. ലോകം സ്ത്രീയെയും പുരുഷനെയും തുല്യമായി കണ്ടിട്ടില്ല. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് സ്ത്രീയേക്കാൾ പുരുഷന് ശക്തിയുണ്ടെന്നും അല്ലെങ്കിൽ സ്ത്രീ ദുർബലയാണെന്നുള്ളതല്ല, അല്ലെങ്കിൽ സ്ത്രീക്ക് പുരുഷനേക്കാൾ ശക്തിയുണ്ട്, പുരുഷന് ദുർബലനാണ് എന്നല്ല. പക്ഷെ ഈ ലോകം കാണുന്നത് സ്ത്രീയെയും പുരുഷനെയും വ്യത്യസ്തമായിട്ടാണ്. ഇവിടെ ആര് ശക്തിയുള്ളവരാണെന്നും ആര് ദുർബലരാണെന്നും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്കറിയാം, ഞാൻ 1ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ ഡിഗ്രി PG ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇതുവരെ ഒരു ആൺകുട്ടിയെയും അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെയും ഒരു 100 മീറ്ററോ അല്ലെങ്കിൽ 200 മീറ്ററോ ഒരുമിച്ച് ഓടിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ സ്റ്റേജുകളിൽ ഇൻഡിവിജ്വൽ ആയിട്ട് മോണാക്ട് മിമിക്രി പോലുള്ള ഐറ്റംസ് അല്ലെങ്കിൽ ഗാനങ്ങൾ, മാപ്പിളപ്പാട്ട്, ഇങ്ങനത്തെ ഗാനങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ യൂത്ത് ഫെസ്റ്റിവലിനും ഇങ്ങനെയൊക്കെ ഞാൻ കാണുന്നത് ഇത് വ്യത്യസ്ത മത്സരങ്ങൾ നടത്തുന്നതാ. ആണിന് വേറെ പെണ്ണിന് വേറെ ആയിട്ടാ. തുല്യരാണെങ്കിൽ ഒരുമിച്ച് നടത്തണ്ടേ. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ലീഗാണ് IPL എന്ന് പറയുന്നത്. IPL പുരുഷന്മാർ കളിക്കുന്നതും WPL സ്ത്രീകൾ കളിക്കുന്ന ഒരു ലീഗാണ്. അങ്ങനെയാണെങ്കിൽ ഈ PMA സലാം സാഹിബ് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, ഇത് വിവാദ പ്രസ്താവനയാണെങ്കിൽ നമ്മളെ ഇന്ത്യ ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് ഒറ്റ ലീഗായി നടത്തണ്ടേ? ആണുങ്ങളും പെണ്ണുങ്ങളെയൊക്കെ മിക്സ് ആക്കി ഒരു ടീം ഉണ്ടാക്കിയിട്ട് എന്തുകൊണ്ട് അവർ മുതിരുന്നില്ല? അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന വേൾഡ് കപ്പ്, അല്ലെങ്കിൽ പ്രീമിയർ ലീഗുകൾ, അല്ലെങ്കിൽ ലാ ലീഗ, അങ്ങനെ പോലെയുള്ള മുൻപന്തിയിൽ നിൽക്കുന്ന പല ടീമുകൾക്കും സ്ത്രീകൾക്ക് വേറെ ടീം, അതുപോലെ തന്നെ പുരുഷന്മാർക്ക് വേറെ ടീമുണ്ട്. ഇപ്പൊ വേൾഡ് കപ്പ് ആണ്, ക്രിക്കറ്റ് വേൾഡ് കപ്പ് ആണ്, ഹോക്കി വേൾഡ് കപ്പ് ആണെങ്കിലും ഫുട്ബോൾ വേൾഡ് കപ്പ് ആണ്. ഈ ലോകത്ത് എന്തൊക്കെ മത്സരങ്ങൾ നടക്കുന്നുണ്ടോ എല്ലാം സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ ഒരുമിച്ച് നടത്തിയത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ PMA സലാം സാഹിബ് പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അദ്ദേഹം പറഞ്ഞത് 100% കറക്റ്റ് അല്ലേ? ഇവിടെ സ്ത്രീയും പുരുഷനും തുല്യമല്ല എന്ന് പറയുന്നത്. പിന്നെ ആരാണ് ഇവിടെ ഈ വിവാദ പ്രസ്താവനയാണ് പറഞ്ഞ് ഇതിനെ ചൂട് കയറ്റുന്നതും, അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ ചാനലുകൾ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്? അതിനാണ് ഇപ്പൊ നമ്മളെ സോഷ്യൽ മീഡിയ മാപ്രകൾ എന്ന് പറയുന്നത്, അല്ലെ? ഈ മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ വർഗീയവാദിയും ഏറ്റവും വലിയ അവസരവാദിയും എന്ന് പറയുന്നത് നമ്മളെ ചാനലുകൾ, മാപ്രകൾ തന്നെയാണ്, മീഡിയകൾ തന്നെയാണ്. അവര് അവസരവാദികളാണ്, അതുപോലെ തന്നെ വർഗീയവാദികളാണ്. അവർക്ക് വർഗീയത കത്തിക്കുമ്പോഴേ അവർക്ക് റീച്ചും കാര്യങ്ങളും കിട്ടുന്നുള്ളൂ. ഇപ്പോ PMA സലാം പറഞ്ഞതിന് ഞാൻ തെറ്റും കാണുന്നില്ല. ഇപ്പൊ അത് ഇസ്ലാമിന്റെ ഭാഗത്തേക്കാണ് വരണമെങ്കിൽ ഞാൻ ഏതൊരു മതത്തിലാണ്, ഇപ്പൊ ഇസ്ലാമിലാണെങ്കിൽ ഏത് പള്ളിക്ക് ഞാൻ ഇമാമ നിൽക്കുന്നത് ഒരു സ്ത്രീയെ കണ്ടിട്ടില്ല. അമ്പലങ്ങളിൽ ഒരു പൂജാരിയെ സ്ത്രീയായ പൂജാരിയെ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ചർച്ചുകളിൽ ഒരു സ്ത്രീയായ ഒരു അച്ഛനെയും ഞാൻ കണ്ടിട്ടില്ല. ഒരു ഫാദർ എന്ന് പറയുന്ന ആളെ, അല്ലെങ്കിൽ എന്റെ മേൽനോട്ടൊക്കെ എന്താ പറയാ, നമുക്ക് കറക്റ്റ് പറയാൻ അറിയില്ല, എങ്കിലും അങ്ങനെയുള്ള ആളുകളെ ഞാൻ സ്ത്രീകളെ കണ്ടില്ല. അപ്പൊ ഇതെന്ത് പറഞ്ഞ ഇവിടെ ചില ആളുകൾ ഇതിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മാർക്കറ്റും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരു ലീഗുകാരനൊന്നുമല്ല കേട്ടോ. ലീഗിനെ അങ്ങേയറ്റം വെറുക്കുന്ന ഒരു വ്യക്തിയാണ്. എങ്കിലും ഞാൻ ഇങ്ങനെ ഉള്ളൊരു പ്രസ്താവന കേട്ടതൊരു എന്താ പറയാ, വിവാദപരമായിട്ടുള്ളൊരു പ്രസ്താവനയാണെന്ന് പറഞ്ഞപ്പോ അതിനെക്കുറിച്ച് പറയാൻ തോന്നി. അപ്പോ എന്റെ ഈ വാക്കുകൾ ആരെങ്കിലും ശരിയായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.